ഇനി ബസ് സ്റ്റാൻഡിലേക്ക്, ബസ് സ്റ്റേഷനിലേക്കോ ഓഫീസിലേക്കോ അപേക്ഷ കൊടുക്കാൻ വേണ്ടി പോകേണ്ടതില്ല. ഞങ്ങളൊരു ആപ്പ് നേരത്തെ ആദ്യം വെബ്സൈറ്റിലാണ് വന്നത്, ഇപ്പോൾ നമ്മളത് ആപ്പാക്കി മാറ്റിയിട്ടുണ്ട്. ആ ആപ്പിൽ ഡൗൺലോഡ് ചെയ്യുക. KSRTC കൺസെഷൻ അല്ലേ, KSRTC കൺസെഷൻ എന്നുള്ള പേരിൽ പ്ലേ സ്റ്റോറിലൊക്കെ ഉണ്ട്. ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൻ്റെ ട്യൂട്ടോറിയൽ കാണുക. യൂസർ ഐഡിയും പാസ്വേഡും ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരു രക്ഷിതാവിനും കുട്ടിക്കും ഐഡൻറ്റിറ്റി കാർഡ്, ആധാർ കാർഡ് മാത്രം മതി, വേറെ കാർഡുകളൊന്നും വേണ്ട. പിന്നെ കുട്ടിയുടെ ഫോട്ടോ, ഏത് റൂട്ടിലാണ് പോകേണ്ടതെന്നെല്ലാം കൊടുക്കുക. അതിനപ്പോൾ കണ്ട് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ട്യൂട്ടോറിയൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. വളരെ വ്യക്തമായി ആർക്കും തന്നെ മനസ്സിലാക്കി സ്വന്തമായിട്ട് ചെയ്യാം. പണം അതിൽ തന്നെ അടയ്ക്കാം. എറണാകുളം ഡിപ്പോയെക്കുറിച്ചാണ് എല്ലാവരുടെയും പരാതി. മഴവെള്ളം കയറുന്നു എന്നുള്ളതാണ്. എറണാകുളം ഡിപ്പോയുടെ നവീകരണം തീരുമാനിച്ചു കഴിഞ്ഞു. CMD തന്നെ പോയി ഒരു പ്രപ്പോസൽ തയ്യാറാക്കുകയാണ്. ആ പ്രപ്പോസൽ വെള്ളം നമ്മുടെ കോമ്പൗണ്ടിൽ കയറി നമ്മുടെ ബിൽഡിംഗ് ടോട്ടലി ഞാൻ നന്നാക്കാൻ പോകാൻ, അത് KSRTC തന്നെ നന്നാക്കും. അതിനകത്ത് വെള്ളം കയറാതിരിക്കാനുള്ള എന്തൊക്കെ ചെയ്യാൻ പറ്റും ഞങ്ങൾ നോക്കിയതിനു ശേഷം ഞാനൊരു ദിവസം എറണാകുളത്തേക്ക് പോകുന്നുണ്ട്. ഏതായാലും KSRTC ബസ് സ്റ്റേഷനിൽ വെള്ളം കെട്ടൽ എന്നുള്ള എറണാകുളത്തെ പരാതി